പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ തന്നെ ഇത്രയും കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള താര ഷോ നടന്നിട്ടില്ല എന്നതിൽ നമുക്ക് പറവൂർക്കാർക്ക് അഭിമാനിക്കാം. നിങ്ങൾക്ക് നല്ലൊരു സന്ധ്യ ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ ഡയറക്ടറും മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനുമായ ശ്രീ മെക്കാട്ടിനെ ഈ ഷോ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യരെ കലാസ്നേഹികളെ, നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ഈ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി വേദിയിലേക്ക് കടന്നു വരികയാണ് മലയാള ഹാസ്യ ചാനൽ പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായി മലയാള സിനിമയിൽ തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ ഏറെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ. സ്വാഗതം ചെയ്യാം ടിനി ടോം. വേദികൾ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? ആരാണ്? ഗിന്നസ് പക്രു. അതെ, ഉണ്ട പക്രു മാറി ഇപ്പൊ ഗിന്നസ് പക്രുവായി. മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ കടന്നു വന്ന് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴ്നാടിന്റെ ഗവൺമെന്റിന്റെ പുരസ്കാരം ലഭിച്ച് ഇപ്പോൾ ബിഗ് ഫാദറായി നിങ്ങളുടെ മുന്നിൽ പുനരവതരിച്ചിരിക്കുന്ന അജയ് കുമാർ പക്രു. വെൽക്കം മിസ്റ്റർ പക്രു. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കയ്യടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദം, അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും ഈ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത്. അതിൽ നിങ്ങളോട് നേരിട്ട് 1000 നന്ദി പറയട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നമുക്ക് എൻജോയ് ചെയ്യാം, സന്തോഷിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ബിഗ് ഫാദർ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് അല്ലേ? അതെ. അപ്പോ മമ്മൂട്ടിക്ക് ഭീഷണിയാന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയൊന്നുമില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ സാമ്യം ഉണ്ടെന്ന് പറയണം, മമ്മൂട്ടിയും പക്രുവും തമ്മിൽ. ചെറിയ സാമ്യമുള്ളൂ. എന്താ? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഞാൻ എൻ്റെ പൊക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത്ഭുത ദ്വീപിൽ നിന്ന് തുടങ്ങാം. അതിൽ നിന്ന് തുടങ്ങിയതാണല്ലോ ഈ അത്ഭുതം സൃഷ്ടിക്കല്. ആ അനുഭവം ഒന്ന് പറയാവോ? അത്ഭുത ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എടുത്തു പറയേണ്ട അനുഭവം കുതിരപ്പുറത്ത് പോയ ഒരു അനുഭവമാണ്. അതെന്താ അനുഭവം? അത് നല്ലൊരു അനുഭവമായിരുന്നു. അനുഭവം എനിക്കല്ലായിരുന്നു, കുതിരയ്ക്കായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായത് അതിന്റെ പുറത്തൊരാളുണ്ടെന്ന്. ഓ, ശരി ശരി ശരി. കാരണം ഗേറ്റ് വെച്ചിട്ട് കെട്ടിവെച്ച് വിടുവായിരുന്നു അങ്ങോട്ട്. ആണല്ലേ? അപ്പൊ സാധാരണ ഈ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡൂപ്പുകൾ എല്ലാവരും ഉപയോഗിക്കാറുന്നില്ലേ? എനിക്ക് ഡ്യൂപ്പിനെ കിട്ടുന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ 6 മാസം പ്രായമുള്ള കൊച്ചിനെ പിടിച്ചിരുത്തണം. അത് ശരിയാണ്. അതിലും ഭേദം ഞാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാ. ഓ ശരി. അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി നായികമാരുണ്ട് അല്ലെ? ആ നായികമാരെ ഇല്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു. അതിന് കാരണം എന്താ? മെലിഞ്ഞ കുട്ടി മോഡല്. അതെ അതെ അതെ. ചെറിയൊരു കാരണമുള്ളൂ. കാരണം മറ്റൊന്നുമില്ല, ഞാൻ മലയാളത്തിലെ പല നായികമാരെ ആലോചിച്ചു. കാവ്യമാധവനായാലോ, എന്നിട്ട് എന്താ വേണ്ട? ലാസ്റ്റ് ഞാൻ അവസാനം നമ്മുടെ മമതയെ വരെ ആലോചിച്ചു. എന്നിട്ട് എന്താ പറ്റിയെന്താ? വേറെ സംഭവമൊന്നുമില്ല. റൊമാൻസ് സീനൊക്കെ വന്ന ഒന്ന് വട്ടം പിടിക്കണ വലിയ പാടായിരിക്കും, ബുദ്ധിമുട്ടാവും. നമ്മൾ ചുറ്റിനും നടന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ട് ആണല്ലേ? അപ്പൊ എന്തായാലും ഈ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പ്രവേശിച്ച ഒരു കാരണം മിമിക്രി ആണല്ലോ. അപ്പൊ മിമിക്രിയിൽ 1-2 നമ്പറുകൾ. അല്ല, ഞാനിപ്പോ ഏത് സ്റ്റേജിൽ ചെന്നാലും എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അതില് ഇപ്പോ എന്താ വേണ്ടേ? ഏതാ ചെയ്യുന്നത്? അല്ല, കംപ്ലീറ്റ് കഴിവുകൾ ഏത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മൊത്തം കഴിവാണോ? അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ, പക്ഷെ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണം, ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ശരി ശരി ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റേതായിട്ടുള്ള രീതി ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ഓർക്കസ്ട്ര ഇല്ലാണ്ട്? ഓർക്കസ്ട്ര ഇല്ല, സ്വന്തം തൊണ്ടുകൊണ്ട്. പിന്നെ വല്ലവന്റെയും തൊണ്ടുകൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റും. അല്ല, സ്വന്തം തൊണ്ടുകൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാണ്. അത് പറ്റും ഈ ശരീരത്തിൽ. പ്രിയമുള്ളവരെ, അനൗൺസ്മെന്റ് നല്ല ഡെപ്ത് വേണം, ഇതുപോലെ അനൗൺസ് ചെയ്യാൻ പറ്റും. പ്രിയകളാസ്നാളെ വെസ്റ്റേൺ മ്യൂസിക്. കിട്ടുന്നില്ല, ശ്വാസം കിട്ടുമല്ല. വേണ്ട വേണ്ട, അത്ര തന്നെ മതി. ഇനി വേറെ എന്താ? ട്രെയിനിന്റെ ശബ്ദം. ട്രെയിൻ.
ട്രെയിൻ കൂവിയതാ. ആ ശരി ശരി, വണ്ടി വിട്. അതെന്താ? വിസിലടിക്കാൻ പോകാൻ ഇല്ല, പറ്റത്തില്ലല്ലോ. പോകാൻ പറ്റില്ല. ശരി ശരി. അതെന്താ? ഗ്യാസ് പോയി. നിന്റെ എന്റെ അല്ലടാ ട്രെയിനിന്റെ. ആ വണ്ടി വിട്. ഓക്കെ ഓക്കെ. ചായ, കാഫി, കാഫി. എന്താ? ഇപ്പോഴാണ് എനിക്ക് നിന്റെ യഥാർത്ഥ പണി മനസ്സിലായത്. ട്രെയിനിൽ കാപ്പി കച്ചവടം അല്ലേ? അത് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞാണ് കാഫി. വെറുതെ മിമിക്രിയാന്ന് പറഞ്ഞ് ജീൻസ് വിട്ട് നിൽക്കുവല്ലേ? അല്ലല്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും? കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട്, കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം. ഓ ശരി ശരി. അത് ഇതാരും അനുകരിക്കരുത്, കൊച്ചുകുട്ടികൾ പ്രത്യേകം. ഇത് മിമിക്രിയാണ്. ഇങ്ങനെ മിമിക്രിയിൽ അനുകരിച്ചോ, നേരിട്ട് അനുകരിക്കല്ലേ. ബലൂൺ പൊട്ടിച്ച് ഒരു ചെറിയ കുസൃതി. മതി മതി മതി, അണ്ണാക്കി പോവും. കുമള കണ്ട? ആ കണ്ട് കണ്ട് കണ്ട്. കൊള്ളാം കൊള്ളാം. പിണങ്ങി ഒന്ന് അതും പൊട്ടിച്ചു. പൊട്ടി പണ്ടാറടങ്ങി. ഓ ശരി ശരി. വേറെ വല്ലതും പൊട്ടിക്കണണ്ട? വേറൊന്നുമില്ല, എന്താ വെടിക്കെട്ടിന്റെ ശബ്ദമുണ്ട്. ആ വെടിക്കെട്ട്. അതും കൂടെ ആഘോഷമല്ലേ, അപ്പൊ പിന്നെ വെടിക്കെട്ടും ആയിക്കോട്ടെ. ഓ ഇത് ആരാ വിട്ടത്? ഞാൻ തന്നെയാ. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ഓ കൊള്ളാം, പച്ച. ഓ തരിതരാന്നൊക്കെ. അതെന്തു പറ്റി? 4 ദിവസം കഴിഞ്ഞ് പൊട്ടും. ചന്ദ്രനിൽ പോയാ? ഒരെണ്ണം പോയാലും ഒരെണ്ണം പോയ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല. ശരി 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 ശരി. മാലപ്പടക്കത്തിന്റെ സൗണ്ട്. മാലപ്പടക്കം. ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. റേഡിയോ സ്റ്റേഷൻ നടത്തുന്നവർ ഇപ്പോൾ കലാകാരന്മാരെ കണ്ടുപിടിക്കുവാൻ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, തെരുവിലേക്ക്. ഇതാ അത്തരത്തിലുള്ള ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് വിനോദ് കെടാമംഗലവും സംഘവുമാണ്. ഇതാ വിനോദിനെയും സംഘത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിന് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്നിവിടെ നടക്കാം. ഹലോ ബാല, നീ എന്താ ഇവിടെ? പറഞ്ഞോ. ഹലോ, നീ അങ്ങോട്ട് ഇറങ്ങി നിൽക്കവിടെ. ചെയ്യാൻ നോക്കണ്ടേ എന്ന് ആളുകൾ സംസാരിക്കണ്ടേ? നോക്കാൻ അവിടെ സൗണ്ടിന്റെ ആൾക്കാരെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇവിടെ റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ നടക്കാൻ പോവാണെന്ന്. നോട്ട പ്രഭാരട്ട തിക്കും തിരക്കുണ്ടാക്കണം എന്തിനാ? ഇത്ര നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളടിച്ച് പിറ്റായിട്ടാ വന്ന് നിൽക്കുക. എടാ ബാല, അത് മാന്യന്മാര് വന്ന് നിൽക്കണ ഒരു സ്റ്റേജ് അല്ലേ ഇത്? ഇവിടെ പരമാന്യൻ, ഇവിടെ മാന്യന്മാരുണ്ടോ? ഇപ്പം തന്നെ കണ്ട മാന്യനാ തോന്നില്ല എനിക്ക്. ആര്? ഞാനെന്താ മാന്യനല്ലേന്ന്? എന്താടാ മാന്യനെ? എന്താടാ എന്റെ മാന്യതയ്ക്ക് ഒരു കുറവ്? കുഴപ്പമില്ലാത്ത നിങ്ങൾ മാന്യൻ. അതെ, ഞാൻ മാന്യൻ തന്നെ. അതെന്ന് കഷ്ടത് നിങ്ങൾ മാന്യനെ? അതേന്ന് തിക്കും തിരക്കും നാട്ടുകാർക്കൊക്കെ അറിയില്ലേ നിങ്ങൾ മാന്യനാന്ന്? എല്ലാവർക്കും അറിയാം, ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങൾ മാന്യനാന്ന്. അങ്ങനെ പറ. എല്ലാവർക്കും അറിയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള്? അറിയില്ലേ? അവിടെ രാത്രി 12 മണിക്ക് ഈ തലയിൽ തുറത്ത് കെട്ടി ബീഡി വലിച്ചു വരുന്നത് ആരാ? മാന്യൻ. എടാ അത് വല്ല മിന്നാമിനിങ്ങായിരിക്കും. മിന്നാമിനിങ്ങിന് വേറെ പണിയൊന്നുമില്ലോ. രാത്രി 12 മണിയാകുമ്പോ തലയിൽ തോർത്തും കെട്ടി വീടി വലിച്ചു വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ്. എടാ ബാല, ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം. നിങ്ങൾ കേൾക്കണം, ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം കാണും. അതോട്ട് നിങ്ങൾ പേടിക്കണ്ട. 10,000 നെല്ലിണ്ടെങ്കിൽ 3,000 വരില്ലേ? കിടക്കേണ്ട ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാന്യത തെളിയിക്കാൻ വന്നോനാ നീ. എടാ ആദ്യം അവനവൻ നന്നാവണം. നീ വലിയ മാന്യനാ. എന്റെ മാന്യക്ക് കുഴപ്പം? എന്റെ മാന്യത ഇവർക്കൊക്കെ അറിയാലോ. നിങ്ങൾ കേൾക്കണം, ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ച ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ വെക്കണ ഒരു ചൈനക്കാരി പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കണ്ട, ഒരു ചൈനക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ, എല്ലാവർക്കും അറിയില്ലേ ചൈനയുടെ സാധനങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഉപേക്ഷിച്ചു. എന്താ കുഴപ്പം? ഒന്നാമത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോവാണ്, നീ അങ്ങോട്ട് മാറി നിൽക്ക അവിടെ. അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. പ്രിയമുള്ളവരെ, റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ, ഇന്ന് പരിപാടിയിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത്
ഐഡിയ ബാർ സിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത് സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഭരത് സാർ. നമസ്കാരം സാർ. ഒതുങ്ങി നിൽക്കവിടെ മനസ്സിലായി. മുണ്ടഴിച്ചിട്ട് ആൾക്കാർ കാണില്ലേ? എടാ മടിക്കുത്ത് അഴിച്ചിട്ട് ബഹുമാനിക്കാൻ. സാറേ തുടങ്ങാല്ലേ സാറേ? പ്രിയമുള്ളവരെ, റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട്. ഓരോരുത്തരെയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിന്റെ പാട്ടായിക്കോട്ടെ, അത് പറയും. നമ്മുടെ പാട്ട് ഇട്ട് കൊടുക്കുക ആദ്യം. അങ്ങോട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല. ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ. റേഡിയോ മാങ്ങ പറഞ്ഞാൽ ഞാൻ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള ആളെന്നല്ലേ. അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. പാടാൻ പറ്റില്ല പറഞ്ഞ സാറേ കുഴപ്പമുണ്ടോ? അവിടെ കുഴപ്പമില്ലെന്ന്. സാറേ സാർക്ക് ബാലനെ അറിയാതിട്ടാണ്. ബാലൻ പാടിയ ശരിയാവില്ല. ബാലനെ അറിയണ്ടായിരുന്നില്ല. പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടെ? കുഴപ്പമുണ്ടോ? അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങയ്ക്ക് പ്രശ്നമില്ല, പിന്നെ മാങ്ങ അണ്ടിക്കുന്ന പ്രശ്നം. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കുന്നു. എന്തായാലും സാറ് കൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത്. ബാലന്റെ ഗാനം ആലപിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഇത് ജയേന്ദ്രൻ ഇതൊന്നല്ല, യേശുദാസ് എന്നല്ലെങ്കിലും നിങ്ങളുടെ പൊന്നാമനപുത്രൻ ബാലൻ ഒരലകാവും. ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല, വേറെ എവിടെ അല്ലോ. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കല്ലേ നിങ്ങൾ. സുഹൃത്തുക്കളെ, ഇതാ വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. റെഡോമാങ്ങയ്ക്കു അഭിമാനമാകും, റെഡോമാങ്ങയ്ക്കു അഭിമാനമാകും സിംഗറാം ബാല, നിനക്കഭിവാദ്യം. ബാലൻ ഒരു കാലൻ സ്മോൾ അടിവീരൻ, അറുബോറൻ അടിപിടി കൂടി തടികേടായി മാറി ബോറൻ ബോറൻ ബോറൻ. ജാനോ 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 ജാനോ. വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. എല്ലാവരും കയ്യടിക്ക് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ബാലൻ പാടിയിരിക്കുകയാണ്. കയ്യടിച്ചിട്ട് നിങ്ങൾ തിക്കും തിരക്കുണ്ടാക്കാൻ. ഇനി നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. സാറേ ബാല, എന്താ സാറേ? സംഗതി പോയല്ലോ ബാല. ഞാനറിയാതെ. ശ്രുതി എവിടെ? ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂര് വരെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങടെ പോയിന്ന് കണ്ടില്ല. വന്നില്ലല്ലോ ബാല. ടെമ്പൊല്ലിയാക്കി മീൻ കച്ചവടല്ലേ. ഞാൻ MIT വന്ന്. ശ്രദ്ധിക്കണം ബാല, ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ പോട്ടെ ബാല, ആരാ ബാല ഗുരു? ശ്രീനാരായണ ഗുരു അല്ലേ? അതല്ല ചോദിച്ചത്, പാട്ടിൽ ആരാ ബാലന്റെ ഗുരു? പാട്ടില് നമ്മുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ ഗുരു. ആണോ? എന്താ ബാല അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പ ഭാഗവതര്. തങ്കപ്പ ഭാഗവതര്? ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ ബാല. സാറ് കേട്ടിട്ടില്ല എന്നല്ലോ, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് ശരി ബാല, ശ്രദ്ധിക്കണം ബാല. ബാലൻ പാടുമ്പോ ഈ ഷാർപ്പാണ് പാടുന്ന ബാലൻ. ഷാപ്പിലൊന്നും ഞാൻ ഇപ്പൊ പാടാറില്ല, പരിപാടി നിർത്തി. ഷാർപ്പല്ല ബാല, ഷാർപ്പ് ഷാർപ്പ്. അതായത് ബാലൻ ഹൈപ്പിച്ച് പാടുമ്പോ ബാലൻ ആ ടോപ്പ് ഒന്ന് പാടി. വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ. നിർത്തിക്ക് ബാല, നിർത്തിക്ക്. നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടോ കൈ പോയത് കണ്ടു, ശബ്ദം വന്നില്ല. തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. അതന്നെ പാടുമ്പോ പറഞ്ഞു കൊടുക്കാൻ സുഖ. ബാലന് പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതില്? ആ സ്വരങ്ങൾ പാടി ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാ 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 പാപ്പനി പാപ്പന് പാനി പാപ്പന് പാനി. പാപ്പന് പനിയോ? പനിയല്ല, കുഷ്ഠം.
സാറ് പറയുന്നത് കേൾക്ക് സംഗീത പാപ്പിന് പനിയാന്ന് പറഞ്ഞ സാറല്ലേ? ബാല, ഞാൻ സ്വരത്തിന്റെ സ്ഥാനം പറഞ്ഞ ബാല. പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി. കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ്. ഏയ് അത് സാറിന് തെറ്റി. നമ്മൾ തുടങ്ങിയത് OPR-ലാണ്. അത് സാറിന് കറക്റ്റായിട്ട് സംഭവം മനസ്സിലായിട്ടില്ല. അതല്ല ബാല, ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത്. അത് ശരിയാവും. അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തപുരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിലെത്തിയപ്പോ അതെ ബാലൻ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ അതെല്ലാം കഴിഞ്ഞു. കേട്ട് നോക്ക്. അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ്, പറഞ്ഞോ സാറ് പറഞ്ഞോ. ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? എന്തുട്ട് ബാലന് പറഞ്ഞത് മനസ്സിലായോ? ബാലന് കല്യാണി കഴിഞ്ഞു, ഋഷഭം കഴിഞ്ഞു, പന്തപുരാളി. ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? ഞാനോ? ഇട്ടിട്ടില്ല ബാല. സാറ് എന്താ ഉദ്ദേശിക്കുന്നത്? ബാലന് മനസ്സിലായില്ലല്ലേ? കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത്. ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് സാർ ഇതൊക്കെ സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ലാണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടാ. ബാല ഒന്ന് ആലോചിച്ച് നോക്ക് ബാല. എന്തിപ്പോ ആലോചിക്കും നമ്മള് നേരം വെക്കുമ്പോ പല്ലിച്ച് കുളിച്ച് എന്ത് വർത്താനം ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാ. ഇല്ല ബാല, ബാലൻ ഷഡ്ജ് എനിക്ക് ഉറപ്പ് പറയും. ഞാൻ എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത്. സംഭവം സാറ് പറഞ്ഞു ചിലപ്പോ ശരിയാവും. കാരണം ഈ ഷഡ്ജ് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷഡ്ജത്തിന്റെ ഗുണം ചെയ്യും. ഉണ്ടാവില്ല. അത് ഉറപ്പാ. അത് സാറ് പറഞ്ഞു ശരിയാ. ചിലപ്പോ അവള് എടുത്ത് തന്നത് തെറ്റിയതാവും. സാനിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം. ഇല്ല ബാല, ഞാൻ ഉറപ്പ് പറയുന്നു ബാലൻ ഷഡ്ജ് ഇട്ട് പാടിയില്ല. സാറിന് വേണമെങ്കിൽ അതിന്റെ കളർ പറഞ്ഞുതരാൻ നീല. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യപ്പത്? ബാല, സംഗീതത്തിലെ ഷഡ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല ബാല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും. ഇത് നിങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ സ്വർണവും വലിയൊക്കെ ആവും. നമ്മള് വല്ല വച്ചാ നീല ചൊമ്പൊക്കെയാണ് സാറേ. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല, കാരണം ബാലൻ ഷഡ്ജം ഇട്ട് പാടിയിട്ടില്ല. കാരണം ബാലൻ ഷഡ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു. ശ്രദ്ധിക്കണം ബാല, ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായല്ലോ. ശ്രമിച്ചാ നടക്കുമെന്നാണ് സാറ് പറഞ്ഞത്. എന്തായാലും സാറിന്റെ മാർക്ക് അറിയാം. എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഷഡ്ജമില്ലാതെയില്ല പാടിയത്. ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല, ഞാനൊരു 40 അങ്ങിട്ടിരിക്കുകയാണ്. എന്തായാലും സാറ് ബാലന് 40 മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഒരു 40 മാർക്ക്. എന്നാ ഞാനും ഒരു 40 ഇട്ടു. അതെന്തിനാ ബാല? ഒരു 120 ഇല്ലാതെ നല്ല സാധനം കിട്ടില്ലപ്പോ. ആണോ? എന്നാ പിന്നെ തെണ്ടിക്കോ ബാല. അപ്പോ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ. ഇവിടെ ഇപ്പോ ഇത് സംഭവം ഇട്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട. ഈശ്വരനെ അറിയാം. നമ്മളെ തർക്കത്തിന് വന്നതല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു 40 ഇട്ടുണ്ട്. ഇവിടെയും ഒരു 40 ഇട്ട സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ വോട്ട് ചെയ്യണം. മൈ ഫോർമാറ്റ് W. എന്ത് പണ്ടാറൊക്കെ നോക്കി ചിന്ന അറിയില്ല നമുക്ക്. ഓക്കെ സാറേ. ഓക്കെ ബാല. സാധനം ഉണ്ട് ഇവിടെ കേട്ടോ. മാങ്ങയ്ക്കുണ്ട്, മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ. ഓക്കെ ബാല. സാറേ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ബാലൻ. സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത്. ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല. നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനം. പ്രിയമുള്ളവരെ, അടുത്തതായി പെർഫോമൻസ് റൗണ്ടാണ്. ഈ റൗണ്ടിലായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ. മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മായ. മായ വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കലക്കാനായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. അതെ അതെ. നാട്ടുകാരുടെ മുമ്പിലും. അതെ അതെ. അപ്പൊ നർമാദിക്കാൻ കരുതി. മുടിയൊക്കെ കളർ ചെയ്ത് നന്നായിട്ടുണ്ട്. കളർ ചെയ്തല്ല, രാവിലെ ഇഷ്ടിക കളത്തിൽപ്പെട്ട് കുളിക്കാൻ സമയം കിട്ടിയില്ലേ സാർ? മായ, മൊത്തത്തിലൊരു ആനച്ചന്തമുണ്ട്. മോളിന്ന് ഏത് പാട്ടാ ഇവിടെ പാടാൻ പോകുന്നത്? ഏ മേരാതിൽ. ആരാ മോളെ കൂടെ വന്നിരിക്കുന്നത്? രാജേഷ് അങ്കിൾ വന്നിട്ടുണ്ട്. രാജേഷ് അങ്കിൾ വന്നിട്ടുണ്ട്. എന്നാ അങ്കിളെ കുട്ടിയുടെ ആ ട്രാക്ക് ഒന്ന് ഇട്ടേക്ക്.
അർമാദിച്ച് കളിച്ചോട്ടെ. വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. വരെ സാർ. മായ, എന്നതാ മായത്? ദൈവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ. അസലായിരുന്നു മോളെ, കിടുക്കി കളഞ്ഞു കേട്ടോ. മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ, എന്നതാ മോളെ സംഗതി, അസലായിരുന്നു മോളെ. പിന്നെ മോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, മോൾ ഈ സായും പായൊക്കെ പാടുമ്പോൾ സ മുകളിൽ പാടണം, പ താഴെ വരണം, എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ. ഞാൻ കണ്ടായിരുന്നു മോളെ, അസലായിരുന്നു മോളെ, കിടുക്കി കളഞ്ഞു കേട്ടോ, അസൽ പെർഫോമൻസ്. പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ. എങ്കിലും എനിക്കൊരു കാര്യം, മോള് പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ? ആ, എവിടെയാ പോയെന്ന് മോൾക്ക് മനസ്സിലായോ? എവിടെയാ മോളെ പോയത്? ആ, ശ്രദ്ധിക്കണം മോളെ, അങ്ങനെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല. സംഗീതം താഴെ വീണ് അവതാളാവില്ലേ? ശ്രദ്ധിക്കണം മോളെ, അടിപൊളിയായിരുന്നു. കീപ് ഇറ്റ്. കേട്ടല്ലോ മോളെ, ഇനി നമുക്ക് മാർക്ക് അറിയാം. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ ആറാടിച്ചതല്ലേ. ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ, ഞാനൊരു 100 മാർക്ക്. സന്തോഷായില്ലേ മോളെ? തെണ്ടിക്കോ. വളരെ അത്ഭുതമായിരിക്കും. 100-ൽ 100 മാർക്ക് കിട്ടുന്ന ആദ്യമായിട്ട് മായ്ക്കാൻ. എന്റെ പെർഫോമൻസ് എല്ലാവരും കണ്ടല്ലോ. സത്യത്തിൽ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഈ സ്റ്റേജിലേക്ക് ഇങ്ങനെ കർമാദിക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ മേലാക്കിയൊക്കെ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ നമ്മളിവിടെ എത്ര നകളിച്ചിട്ടും യാതൊരു കാര്യമില്ല. കാരണം ഇവര് ഇതിന്റെ പ്രൈസും ഫ്ലാറ്റും ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഇവര് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് പോണെല്ലാം പറഞ്ഞാൽ നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരിപാടി. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുട്ടികളുടെ എന്റെ അവസ്ഥ കുടുംബം വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഫ്ലാറ്റും വേണ്ട, ക്ലൂറ്റും വേണ്ട, ഒരു വഴക്കേം വേണ്ട. എനിക്കൊരു ജീവിതം തരാൻ പറ്റുമോ മോളെ? എനിക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ. ഇവിടെ നല്ല ചുറുചുറുക്കുള്ള ആൺപിള്ളേരുണ്ട്, അവരോട് ചോദിക്കും മോളെ. എന്റെ അവസ്ഥ മനസ്സിലാക്കി ഫ്ലാറ്റും പൈസ ഒന്നുമില്ലേക്ക് എന്റെ ആഗ്രഹം.
എന്റെ ജീവിതം വെറുതെ വെറുതെ കാറ്റത്തൊട്ട് പട്ടം പോലെ പറന്നിറങ്ങാണ്. എനിക്കൊരു ജീവിതം തരാൻ മനസ്സിലുള്ളവർ ഇതേതായി പിശാച്. നീ എന്തിനങ്ങനെ കിടന്ന് അട്ടഹസിക്കണ? ഞാനല്ലേ നിനക്ക്. ബാല എന്താ സാറേ? എന്താ ബാല പരിപാടി? സാറേ നമുക്ക് എന്തായാലും ഫ്ലാറ്റും കിട്ടാൻ പോണില്ല, കാശും കിട്ടാൻ പോണില്ല. ഇതൊക്കെ ഉള്ളൊരു മെച്ചന്നേ. ആണോ? കൊണ്ടുപോയിക്കോ ബാല. താങ്ക് യു, താങ്ക് യു. ഇത് സ്കൂളാണോടാ? എനിക്കറിയാൻ പറ്റും ഇത് സ്കൂളാണ്. എന്താ നീ ചന്തേ കിടന്ന് കളിക്കുന്നത്? ചന്തേന്ന് വിചാരിച്ചു എന്താ? പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ട. നമുക്ക് സാധനം വിളിക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, സാറാമായോ എന്നെ കുറച്ച് ബഹുമാനമൊക്കെ നിങ്ങൾക്ക് വേണം. അപ്പൊ നമുക്ക് സാധനം വിളിക്കാം. ബാബു ആരടാ? പിന്നെ മൂവി ആരാണ്? പിന്നെ സിനിമ പാട്ട് പാടിയാണ്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കണം. ഇപ്പൊ മത്സരങ്ങളൊക്കെ ടി വിയിലൊക്കെ നടക്കുന്ന സമയമല്ലേ, ഇതൊക്കെ പഠിക്കണം, പാട്ട് പഠിക്കണം കേട്ടോ മക്കള്. അപ്പൊ ബാബു ഇതൊന്നും അത്ര ബേസിൽ പറയുന്ന ജനാർദ്ദന്റെ മകനാണ്. എന്താ പറയാത്? മാത്രമേ നീ വരുത്തുള്ളൂ അല്ലയോ? ആ കഞ്ഞിയോട് പറ ഇനി മേലെ കഞ്ഞി വെക്കാൻ ക്ലാസ്സിലേക്ക് വന്നേക്കരുന്നു കേട്ടോ. അടുത്ത രാധാകൃഷ്ണൻ രാധാമണി പോരെ. ശശികല 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 അങ്ങനോട്ട് പെട്ടെന്ന് നിനക്ക് പറഞ്ഞാ പോരെ. ശശികലെ ഉഷാപ്പി നായർ ഇന്നലെ അവള് ക്ലാസ്സിൽ വന്നാണല്ലോ പ്രസവിച്ചു കിടക്കുന്നത്. അമ്മ പ്രസവിച്ചു കിടക്കുന്ന അവക്കെന്താ? പിന്നെ അവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് കൂടെ കൊടുക്കണമെന്ന്. അത് ശരി. അതിന് മേലെ ഇങ്ങനെ ആവർത്തിക്കുന്നു പറഞ്ഞേക്കണം. വാസുക്കുട്ടി വേണ്ട എന്റെ പൊന്നു മോനെ, നീ വിക്കി വരുന്ന നേരത്തെ 2 പീരീഡ് കഴിയും. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അത് ശരി. പാടവും തുടങ്ങി മണി അടിച്ച് ഒരുത്ത നേരത്തെ വലിഞ്ഞു കയറി വരുന്നുണ്ട്. വാ കയറി വാ മക്കൾ കയറി വാ. ദൈവമേ ഇവൻ എവിടെ പോയി കിടക്കായിരുന്നു? എവിടെ പോയി കിടക്കായിരുന്നടാ? അമ്മ അമ്മ കുളിക്കാൻ കയറി. നിനക്കെന്താ ഇതെടുത്തോണ്ടെന്ന്? എന്റെ ദൈവമേടാ, ബ്രാക്കറ്റിൽ ഇട്ടോണ്ട് വരാൻ പറഞ്ഞത് ഇട്ടോണ്ട് വരാനാണ്. ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടോണ്ട് വരണമെന്നാ പറഞ്ഞത്. എന്താ ചെയ്യ അവനെയൊക്കെ? ഇന്നലെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചേ. പഠിപ്പിച്ച പാഠഭാഗങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് തരാനാ പറഞ്ഞത്. ഇതെന്താ? ഇതാണ് ആ സ്ലൈറ്റ്. ഇതെന്ത് പറ്റില്ല? ഇതിനകത്തിരുന്നേക്ക് എവിടെ പോയി? പിന്നെ ഇന്ന് രാവിലെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടി. അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടി. അമ്മയുടെ അച്ഛന് തലക്കടിച്ചു. അച്ഛനെ സമ്മതിച്ചു തരണം. 18 തയ്യലുണ്ട്. 18 തയ്യല? തയ്യൽ കൃഷി എടുത്ത് തല വെക്കാൻ പാടില്ല. സമ്മതിച്ചു തരണം. എന്താണ് യൂണിഫോം? യൂണിഫോം. ഇതിന്റെ ബട്ടൺസൊക്കെ വെച്ചതാ? കെട്ടി വെക്കാം. ഇപ്പം വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടാ. മക്കളെ 21ാമത്തെ പാഠം എടുത്ത് വായിച്ച. വായിലുള്ള മുഴുവൻ അങ്ങോട്ട് തേച്ച് വെക്കാം. 21ാമത്തെ പാഠം വായിച്ചടാ. പുസ്തകം കൊണ്ടുവരുന്നത് കേട്ടാ. ഭയങ്കര മനപ്പാടം. അതിന്റെ തല കണ്ടാലേ അറിയാം. ശരി, മോൻ വായിക്കണ്ട. മോൻ വിക്കി വരുമ്പോ 2 പീരീഡ് കഴിയും കേട്ടോ. മോൻ അവിടെ ഇരുന്നു. വായിക്കും. എന്നോടാ അവസാനം തൊട്ട് ആരെങ്കിലും പുസ്തകം വായിക്കോടാ. ആദ്യം തൊട്ട് വായിക്കടാ. പാഠം 21. പാഠം 21. കൂട്ടി വരുമ്പോ പാഠം ഇപ്പൊ 63 ആയിട്ടാ. പാഠം വായിക്കടാ. 21ാമത്തെ പാഠം വായിക്കും. കാക്കട കൂടെ എവിടെയാണ്? ഇപ്പൊ കോഴിയോ? കുത്തിപ്പറിക്കടാ. ഈ സമയം കൊണ്ട് കാക്ക കോഴിക്കോട്ടിനകത്ത് കയറിയിട്ടില്ലേ? ഇല്ലടാ. ബാക്കി വായിക്കും. കുഞ്ഞുണ്ടോ? കുഞ്ഞുണ്ടോ? കുഞ്ഞിനെ ഏറ്റെടുക്കാൻ
കരിഞ്ഞിടും. കുഞ്ഞാ കുഞ്ഞാ നീ തരുമോ? തരുമോ? നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം. മക്കള് നെയ്യപ്പം കണ്ടിട്ടുണ്ടോ? അയ്യോ അത് പറഞ്ഞപ്പോ അതിന്റെയൊക്കെ വായി വെള്ളം ഊർന്നുണ്ടോ? നെയ്യപ്പം കണ്ടിട്ടുണ്ടോ? നെയ്യപ്പം എങ്ങനെ ഇരിക്കും? നെയ്യപ്പം പറ. നെയ്യപ്പം വെള്ളയപ്പം കണക്കിന്. വെള്ളയപ്പം കണക്കിരിക്കും. എടാ അപ്പൊ വെള്ളയപ്പം എങ്ങനെ ഇരിക്കും? നെയ്യപ്പം കണക്കിന്. നെയ്യപ്പം എങ്ങനെ ഇരിക്കും? നെയ്യപ്പം കണ്ടിട്ടില്ലേ? ഉണ്ട്. എങ്ങനെ നെയ്യപ്പം ചിലത് ചുമന്ന് കഴിഞ്ഞ് മൊരിഞ്ഞിരിക്കും. എന്താ ചിലത് ചുമന്ന് കഴിഞ്ഞ് മൊരിഞ്ഞിരിക്കും. ചുവന്ന് കഴിഞ്ഞിരിക്കും അല്ലേ? നെയ്യപ്പം കണ്ടിട്ടുണ്ടോ എന്ന് ബാക്കി വായിക്കണം. നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം. ഇല്ല വരലേ നെയ്യപ്പം. അയ്യോ കാക്കയെ പറ്റിച്ചു. അയ്യോ കാക്കേ പറ്റിച്ചു. കാക്കേ ആര് പറ്റിച്ച്? കുഞ്ഞുങ്ങളെ ഞാൻ പറ്റിച്ചോന്നല്ല. പിന്നെ ഇന്ന് 7 ഇൻസ്പെക്ഷൻ വരുന്ന ദിവസം ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ സാറ് വരുമ്പോ ഒന്ന് പഠിച്ച് വായിച്ച ഞാൻ ഏയ്യാ ഓട്ടോറിക്ഷ കാശ് കൊടുക്കാത്ത ഒരാൾ തള്ളി വിട്ടതാ. ഓ എന്തൊരു ബഹുമാനം, എന്തൊരു ബഹുമാനം. പിള്ളേരെല്ലാം പഠിത്ത കാര്യത്തിൽ ബ്രില്യന്റ് ആണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളെ ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. ആദ്യമായിട്ട് നിങ്ങളുടെ 4ാം പത്തിലെ കുറെ കവിതകൾ ഞാൻ ചൊല്ലും, അത് കൃത്യമായിട്ട് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ കവിത കേട്ടോളൂ. താഴത്തു ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മൂടിയ മഹീതരം. ഞാനോടാ കവിത? നീ അല്ലോ താഴത്തു ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മൂടിയ മഹീതരം. നീ വാദിക്കണ്ട, എന്റെ പൊന്നുമോൻ ആലോചിച്ച താഴത്തു ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മൂടിയ മഹീതരം. കുഞ്ഞ നീ സംസാരിക്കണ്ട, ചാത്തമഴ പെയ്യുന്ന അവിടെ ഉണ്ടായിരിക്കെ. എല്ലാരും കൂടെ ആലോചിക്കൂ. താഴത്തു ഭാഗത്ത് അങ്ങനല്ല, താഴത്തു ഭാഗത്ത് എന്റെ പൊന്നു സാറേ, ഈ പിള്ളേരുടെ ഒരു അക്ഷരസ്ഫുടമില്ല സംസാരിക്കുന്നത്. എന്റെ പൊന്നു സാറേ, ഇവരിങ്ങനെ പയങ്ങി തയക്കവും പയക്കവും വന്നുപോയതാ. ഓ രമേശ ഒരു ചായ. കതിർ മണ്ഡപത്തിൽ നവവധു പ്രസവിച്ചു. എന്റെ പൊന്നു ദൈവമേ, കാലം പോണ പോക്കേ. ഇക്കാലത്ത് വിശ്വസിച്ച് മനുഷ്യൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കും? ഭർത്താവിനെ വെട്ടിക്കൊന്നു. എന്റെ ഈശ്വര, ഈ കാലഘട്ടത്തിൽ എന്റെ കല്യാണം നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാട്ടകള് സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നു. എന്റെ ദൈവമേ, ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇതെന്താണ്? ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നതിന് ശേഷം കത്തിച്ച് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി കടലിൽ തള്ളി. ഈശ്വര, ഇനി ഏത് കാലത്ത് വിശ്വസിച്ചൊരു പെണ്ണെ ഞാൻ കെട്ടും? എനിക്കൊന്നും അറിയാൻ പാടില്ല. ചായ കൃത്യസമയത്ത് ചായ കൊണ്ടുവന്നില്ല. എന്താടാ? ഞാൻ പോവുകയാണ്. എവിടാ? ഞാൻ ഇവിടുത്തെ ഈ വീട്ടിലെ പണി നിർത്തി. പണി നിർത്തിയാ? എന്റെ പൊന്നു മുതലാളിക്ക് കണ്ടിച്ചോളില്ലേ? എത്ര നാളായിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കെടുത്ത് കഷ്ടപ്പെടണം. മുറ്റമടിക്കണം, വീട് തൂക്കണം, മൊത്തം ഈ വീട്ടിലെ മൊത്തം പണി ഞാൻ ചെയ്യണം. എത്ര നാളായിട്ട് പറഞ്ഞ ഒരു വേലക്കാരനെ നിർത്തുന്നു. അപ്പൊ മുതലാളി വേലക്കാരനെ നിർത്തൂല. പോട്ടാ, മുതലാളിയോട് എത്ര നാളായിട്ട് പറഞ്ഞ ഒരു കല്യാണം കഴിക്കാൻ. മുതലാളി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാവൂലേ? മുതലാളിക്ക് ഒരു ആശ്വാസം, എനിക്ക് പണിക്കൊക്കെ ഒരു കൂട്ടാവൂലേ? എടാ, കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഈ പേപ്പറിലെ വാർത്തകളൊക്കെ കണ്ട എന്താണ്? സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നിട്ട് കെട്ടി തൂക്കി. സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചാക്കി കെട്ടി കടലിൽ തള്ളി. അത് കതിർ മണ്ഡപത്തിൽ പ്രസവിച്ചു. ഷോപ്പിംഗ് ഇറങ്ങിയ കാമുകനൂടെ ഒളിച്ചോടി. മുതലാളി, അതൊക്കെ ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ലേ? അങ്ങനെ മൊത്തം എല്ലാ പെണ്ണുങ്ങളെ മോശമായിട്ട് മുതലാളി പറയുന്നത്. എടാ, നമ്മുടെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഏത് പെണ്ണും വിശ്വസിക്കാൻ പറ്റൂടാ. മുതലാളി, ഞാൻ ഒരു കാര്യം പറയട്ടെ. മുതലാളിക്ക് കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കും. കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം അവളെ ഞാൻ കല്യാണം കഴിക്കും. കഴിക്കില്ല. അപ്പൊ ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണിനെ കാണിച്ചു കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കില്ല. അങ്ങനെ കാണിച്ചു തന്നിട്ട് കാര്യമില്ല. കുടുംബത്തിൽ പിറന്നവളാണെന്ന് എനിക്ക് മനസ്സിലാവണം. എന്റെ പൊന്നു മുതലാളി, കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ? മുതലാളി, നമ്മളൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ പെണ്ണിനെ കണ്ടിട്ട് മുതലാളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് മുതലാളി
മുതലാളി ആ പെണ്ണിന്റെ അച്ഛനെ മാറ്റി നിർത്തി ചോദിക്കണം. എന്തെന്ന്? കല്യാണത്തിന് മുമ്പ് 1 മാസം പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെ എന്ന്. അങ്ങനെ ഒരു കുടുംബത്തിൽ കരുതി ഒരു പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യമാണോ അത്? എന്റെ പൊന്നു മുതലാളി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുടുംബത്തിൽ പറഞ്ഞതല്ല, ആ പെണ്ണ് തറവാട്ടിൽ പറഞ്ഞതല്ല, മോശം പെണ്ണാണ്. അതല്ല, കുടുംബത്തിൽ താമസിക്കേണ്ട 1 മാസം മുമ്പ്, കല്യാണത്തിന് മുമ്പ് താമസിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പെണ്ണാണ്. ആ പെണ്ണ് കിട്ടിയ കുഴപ്പമില്ല. അത് ശരിയാണ്. അപ്പൊ താമസിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട പെണ്ണ്, താമസിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെണ്ണ്. അത് നല്ല ഐഡിയ. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നിന്റെ കാര്യം ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ മുതലാളി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി പോവാം. നാളെ തന്നെ നീ എവിടെയെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോവാം. എന്റെ പൊന്നു ദൈവമേ, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കണേ. മുതലാളി, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട്. നല്ല അസല് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ്. ഉറപ്പാണല്ലോ. പിന്നെ എപ്പോ ഉറപ്പെന്ന് പറഞ്ഞാ പോരെ? പറഞ്ഞ പെണ്ണ് തന്നെയാണ്. ആണ് മുതലാളി. അല്ല രമേശ, എന്താണ് മുതലാളി? എനിക്കൊരു സംശയം. എന്ത് സംശയം? സത്യത്തില് നീയാണ് ആ പെണ്ണ് കാണാൻ വന്നേ, അതാ ഞാനാണ്? എന്തിനാണ് സംശയിക്കണം? മുതലാളിക്കല്ലേ പെണ്ണ് കാണാൻ വേണ്ടി വന്നത്? അല്ല, നിന്റെ വേഷം ഭാവമൊക്കെ കണ്ടപ്പോ നീയാ കാണാൻ വന്നതുകൊണ്ട് കാരണം അത് മുതലാളിയുടെ ഒരു വെയിറ്റിന് വേണ്ടി ഞാൻ ഞാനാ പെണ്ണ് കാണാൻ വന്നത്. കുടുംബത്തിൽ പറഞ്ഞ തന്നെയാണല്ലോ അല്ലേ? ആണെന്ന് ഉറപ്പാണല്ല. വീട്ടുകാരെ വിളി. അവനല്ല, ഞാനാ ഞാൻ പുള്ളിയുടെ വേലക്കാരനാണ്. ഞാനിരിക്കല്ല, നിന്നോളാം. അപ്പൊ പെണ്ണിനെ ഒന്ന് കണ്ടാ കൊള്ളാം. പേര് തന്നെ സുഭാഷിണി എന്നാ. നല്ല വേല. കുടുംബത്തിൽ പറഞ്ഞു സുഭാഷിണി. എന്താണ് മുതലാളി കിടന്ന് നോക്കണത്? അല്ല, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണമല്ലോ. ഞാനതാണ് ആലോചിക്കുന്നത്. അല്ല, പോകണ്ട, ഇവിടെ നിക്കട്ടെ. പെണ്ണിന്റെ പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മുതലാളിക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ട കൊള്ളാട്ടാ. കുഴപ്പമില്ലല്ലേ? അപ്പൊ നമ്മുടെ മറ്റേ കാശ് കാര്യം ചോദിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് 1 മാസം താമസിക്കുന്ന കാര്യം ചോദിക്ക്. എടാ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അരി കിട്ടൂലേ? കുഴപ്പമില്ലെന്ന് തന്ന കുഴപ്പമൊന്നുമില്ല. ചോദിക്കും. ശ്രീധരത്തിന്റെ കാര്യം കാര്യം ഞങ്ങൾ ചോദിക്കത്തില്ല, വേറെ കാര്യമാണ്. ധൈര്യമായിട്ട് ചോദിച്ചോന്നു. തല്ല് കിട്ടൂലല്ലോ. കുഴപ്പമില്ല, ഞാനല്ലേ ചോദിച്ചോട്ടെ. അതെ, എന്നെ മുതലാളിക്കുന്നില്ല, പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ പെണ്ണിനോട് എന്റെ അപ്പനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ചോദിച്ചു, പെണ്ണിങ്ങാട്ട് മാറിയിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പ നമ്മള് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്കണ്ടല്ല, ഈ കല്യാണത്തിന് മുമ്പേ കല്യാണത്തിന് മുമ്പേ എന്റെ മുതലാളി എന്ന് പറഞ്ഞ 40-45 വയസ്സായിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണേ. അപ്പൊ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ചോദിക്കണേ. തുമ്മ തോന്നാണ് ചോദിക്കുന്നത്. കല്യാണത്തിന് മുമ്പേ ഒരു മാസമേ പിന്നെയും ചൂടാവും. ചോദിച്ചാലാ കല്യാണത്തിന് മുമ്പേ 1 മാസമേ പെണ്ണിന്റെ കല്യാണത്തിന് മുമ്പ് 1 മാസേ പെണ്ണിന്റെ കൂടെ താമസിച്ചാ കൊള്ളാന്നൊരാഗ്രഹമുണ്ട്. കല്യാണത്തിന് മുമ്പ് 1 മാസം മുമ്പ് നിനക്ക് ഇവിടെ താമസിക്കണല്ലേ? നിനക്ക് ഇവിടെ താമസിക്കണല്ലേ? അതൊക്കെ നേരത്തെ പറഞ്ഞാൽ പോലെ. നിന്റെ പോലെ നീ എന്റെ പോലെ കെട്ടാൻ പോണല്ലേ? 1, 2, 3 മാസം താമസിച്ചോളാ നീ. ഇങ്ങോട്ട് വന്നേ. താമസിക്കാൻ വേണ്ടി പോയാണ്. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലത്. ഓ, താമസിക്കാന്ന് പറഞ്ഞല്ലേ? അപ്പൊ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ല. നമുക്കിത് വേണ്ട. രമേശ, എന്താ മുതലാളി? ഇതും കൂടി കൂട്ടി 8ാമത്തെ വീടാ.
എല്ലാ വീട്ടിലും താമസിച്ചോളാനാ പറഞ്ഞത്. എന്റെ പൊന്നു മുതലാളി, അത് നമുക്ക് ഈ വീട്ടിലുണ്ടല്ലോ കുടുംബത്തിൽ പിറന്ന പെണ്ണായിരിക്കും. ഇവിടെയെങ്കിലും കുടുംബത്തിൽ പിറന്ന പെണ്ണ അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി ഞാൻ അവിടെ നിർത്തും. എന്റെ പൊന്നു മുതലാളി, എനിക്ക് 100% ഉറപ്പാണ് ഇത് കുടുംബത്തിൽ പിറന്ന പെണ്ണായിരിക്കും. ഉറപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇനി പെണ്ണ് കാണൽ നിർത്തി. അപ്പൊ നമ്മൾ ഈ പെണ്ണിന്റെ അച്ഛൻ വരുമ്പോ നേരത്തെ പോലെ ചോദിക്കണം, താമസിച്ചോട്ടെ ചോദിക്കണം. എന്റെ പൊന്നു മുതലാളി, അത് ചോദിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും മുതലാളി, നിന്നോ, ഇത് കുടുംബത്തിൽ പിറന്ന പെണ്ണായിരിക്കും. നമുക്ക് വീട്ടുകാരെ വിളിച്ച് ചോദിക്കാം. വീട്ടുകാരെ, ചേട്ടാ, ചേട്ടന്റെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? അതാണ് ചെറുക്കൻ. മുതലാളിയാണ്. ഇത് കീഴാൻ നനയ്ക്കില്ല. എന്റെ മകളാ, മൂത്ത മകളാ. എന്താ പെണ്ണിന്റെ പേര്? മൃണാളിനി. വിളിക്കാലോ മകളെ. ഒരു എന്താണ് പെണ്ണിങ്ങടെ സംസ്ഥാന സമ്മേളനം? ഇത് ഏതാണ്? മക്കളാണ് ഇതൊക്കെ? ആണോ? നല്ല ആക്ഷൻ കമ്പനിയാണല്ലോ. മൂത്ത് വയ്ക്കുന്നതിനെ വിളിക്കാം. അതെ, മൂത്ത് വയ്ക്കണം. അല്ല, മൂത്തതിനെ വിളിക്കാം. അതെ അതെ. ദേവന്നി. ഓ, കുഴപ്പമില്ല. അവിടെ പോയി ഡീസന്റ് ആക്, ഡീസന്റ് ആക്. എത്ര വരെ പഠിച്ച്? 10. പിന്നെ ക്ലാസ് കൊടുത്ത പോലെ നല്ല മാർക്കൊന്നുമില്ല. ചുറ്റുപാട് നോക്കണ്ട, ചുറ്റുപാട് നോക്ക്, ചുറ്റുപാട് നോക്ക്. നോക്കിയേക്കാം. നോക്കിയേക്ക്, ചുറ്റുപാട് നോക്ക്. നല്ല ചുറ്റുപാട്, ചുറ്റുപാട് ചുറ്റുപാട് സ്ഥിരം നോക്കുന്നതാണ്. അതെ, ഹൗസിംഗ് ബോർഡിലെ ജോലിയല്ലേ? എന്താ നാള് മുതലാളിയുടെ നാള് ഉരുളിയല്ലേ? അല്ല, പൂരം. ഞാൻ പറ്റും ഭരണി ഉരുളി. എന്തായാലും മറ്റേ കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. ഉറപ്പാണല്ല? അല്ല, അതൊന്നുമല്ല. ഞങ്ങൾ സ്ഥിരം പോയിട്ടൊരു വീട്ടിൽ പോയിട്ടൊരു കാര്യം ചോദിക്കും. ഈ കുടുംബത്തിൽ അടി കിട്ടൂലല്ലോ. വധിക്കണം. അച്ഛാ, എന്താ മോനെ? കല്യാണത്തിന് മുമ്പ് ഒരു മാസം ഒരു മാസം കുഴപ്പമില്ലട്ടോ. കല്യാണത്തിന് മുമ്പേ ഒരു മാസം കല്യാണത്തിന് മുമ്പേ ഒരു മാസം ഇവിടെ ഒരു കുഴപ്പമില്ലട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ചോദിക്കുന്നത്. ഒരു മാസം ഇവിടെ പെണ്ണിന്റെ കൂടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം എന്റെ മുതലാളി പെണ്ണ് കെട്ട് വന്നു. ഒരു മാസം പെണ്ണിന്റെ കൂടെ ഇവിടെ ഞാൻ താമസിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ കൂടെ ഞാൻ ഈ വീട്ടിൽ ഒരു മാസം ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ നിനക്കൊക്കെ ആരാ ചെയ്യുന്നത്? അതെ, ചൂടാകരുത്, ബഹളം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് നോക്കിക്കേ. അതെ, ഞങ്ങളെ ഒരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ അന്വേഷിച്ച് നടന്നതാണ്. ഒരു മാസമല്ല, ഒരു നിമിഷം താമസിക്കാനൊക്കെ. അതെ, ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താണ്. അതെ, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് തന്നെ. ഉറപ്പാണ്. ഉണ്ടാക്കിയത് കണ്ടില്ലേ? ഒരു മാസം താമസിക്കട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇവളാണ് കുടുംബത്തിൽ പറഞ്ഞവള്. ഫിക്സ് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ഉറപ്പിച്ച് ഫിക്സ് ചെയ്യട്ടെ. ഉറപ്പിക്കാം. അതെ, ഒരു മാസമല്ല, ഒരാഴ്ചന്റെ ഒരു നിമിഷം പോലും ഞാൻ കഴിയണ്ട. പക്ഷേ ചേട്ടന്റെ മകളും എന്റെ മുതലാളിയുമായിട്ട് കല്യാണം ഞങ്ങൾ സമ്മതിച്ചു. എന്റെ പൊന്നു മക്കളെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ പരീക്ഷിച്ചായിരിക്കും. തകർന്നു പോയി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. പിന്നീടല്ല, ഇപ്പൊ തന്നെ എന്റെ മകളെ കൊണ്ടുവന്നോ. അങ്ങനെ അവസാനം കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടി. ഇന്നെന്റെ ആദ്യരാത്രി ഞാൻ അടിച്ചു. പെണ്ണെ എന്നാ പിടി. പാലാടാ. ഇതെന്താ പാലിനൊരു ഭാഗം മണോ? പാലില്ല, കഞ്ഞിവെള്ളമാ. പാലിനൊക്കെ ഇപ്പൊ കാലത്ത് ഭയങ്കര വിലയാണല്ലോ അല്ലേ? കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം. പെണ്ണെ, എന്തോ നിന്നെ കാണാൻ എന്ത് രസമിങ്ങനെ പൂർത്തോത്. രമേശൻകാരനാ നിന്നെ കെട്ടാൻ പറ്റിയത്. ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. ആണല്ലേ?
ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ച എന്താന്നറിയാമോ? എന്താ ചേട്ടാ? നിന്റെ പല്ല. അത്രയ്ക്ക് ഭംഗിയാണോ എന്റെ പല്ലിനെ? എന്ത് രസാന്നറിയോ നിന്റെ പല്ല് കാണാൻ? കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ട് പോണ പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ? എന്താ? ചേട്ടന്റെ സുന്ദരമായ മൂക്കുകളാ. എന്തൊരു ഭംഗിയാ. ഉണ്ണിയപ്പത്തിന് തുളയിട്ടത് പോലെ. നമ്മൾ ഹണിമൂൺ എവിടാ പോകുന്നത്? മോളെ, നിന്നെ കൊണ്ട് ഹണിമൂണിന് ഞാൻ ഊട്ടിക്ക് പോകും. ഊട്ടിക്ക് പോവോ? ചേട്ടൻ ചേട്ടോ, അങ്ങോട്ട് 25ാം വാർഷികത്തിന് എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? 25ാം വാർഷികത്തിന് നിന്നെ ഊട്ടിയിൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അതിന്റെ ഒരു പെണ്ണെ, എന്തായാലും കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണെ കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷെ നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയാതോ? അങ്ങനെ പറയാതിരിക്കണ എങ്ങനെയാണ്? ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴല്ല നിന്റെ അച്ഛനോട് ചോദിച്ച്, അച്ഛാ കല്യാണത്തിന് മുമ്പ് 1 മാസം ഞാൻ ഇവിടെ പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെന്ന് ചോദിച്ചപ്പോഴേ നിന്റെ അച്ഛനും ചേട്ടന്മാരും അമ്മമാരും എല്ലാരും എന്നോട് ചൂടായി. നീ അവിടെ നിൽക്കണ്ടായില്ലേ? ഒരക്ഷരം നീ മിണ്ടില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി നീ കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന്. അയ്യടാ, കുടുംബത്തിൽ പിറന്ന പെണ്ണായിട്ടൊന്നുമല്ല. ഇതുപോലെ ഒരുപാട് പേര് കല്യാണത്തിന് മുമ്പ് എന്റെ കൂടെ 1 മാസം താമസിച്ച് എന്നെ പറ്റിച്ചിട്ടുണ്ട് ചേട്ടാ. ഒരു ജനതയുടെ ആത്മാവിഷ്കാരം മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ചാനൽ. ഈ കൈരളി ചാനലിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിയാണ് GS പ്രദീപ് അവതാരകനായി എത്തിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ റിവേഴ്സ് ക്യൂസ് പ്രോഗ്രാമായ അശ്വമേധം. ഈ അശ്വമേധത്തെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളും അവതരിപ്പിക്കുന്നു ഹാസ്യമേധം. താങ്ക് യു. ക്ഷമയുള്ള മാന്യ പ്രേക്ഷകർക്ക് അശ്വമേധം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പ്രകൃതിക്ക് വികൃതിയില്ല. കാരണം ഇന്നലെയുള്ള ദിവസങ്ങളിൽ വളരെ തകൃതിയായി മഴ പെയ്തു കഴിഞ്ഞു. ഇത് ഞാനെടുത്ത വ്രതമായിരിക്കാം, നിങ്ങൾ ചെയ്ത പൂജന്മ സുഹൃതമായിരിക്കാം. എന്തായാലും ആകാശം പൊതുവേ രോമാവൃതമാണ്. നമുക്ക് പ്രയാണം തുടങ്ങാം. കളകള ഒഴുകുന്ന അരുവികളും കുളങ്ങളും പാടശേഖരങ്ങളും വയലോലകളും താളിയോലകളും ഒട്ടക്കുന്നുകളും ഇടനാടുകളും ഇടവഴികളുമുള്ള സമ്പൽ സമൃദ്ധമായ വിഭവ സമൃദ്ധമായ നമ്മുടെ കൊച്ചുനാട് മലയാളക്കര, മലയാള നാട്. ദേശാടന കിളികളെ പോലെ പറന്നു നടക്കുന്ന നമുക്ക് ദൈവം തീർത്ത സ്വപ്നക്കൂട്, പരശുരാമൻ മഴുവറിഞ്ഞൊപ്പിച്ച വീട്. ഈ നാട്ടിൽ സമ്മാന മഴയുണ്ട്, സമ്മാനത്തോടെയുണ്ട്, സമ്മാന വർഷമുണ്ട്. നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരം ഞാൻ നിങ്ങൾക്കായി ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് ഒരു എൻട്രി ക്വസ്റ്റ്യൻ ഉണ്ട്. എൻട്രി ക്വസ്റ്റ്യൻ ഇതാണ്: സ്ത്രീകൾക്കത് മുന്നിലാണ്, ആണുങ്ങൾക്കത് പുറകിലാണ്. എന്താണത്? സ്ത്രീകൾക്കത് മുന്നിലാണ്, ആണുങ്ങൾക്കത് പുറകിലാണ്. എന്താണ്? പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. താങ്കൾക്ക് മത്സരിക്കാം അശ്വമേധത്തിലേക്ക്. അറിവിന്റെ നിറകുടമല്ലെങ്കിലും മൺകുടമല്ലാത്തൊരു സുഹൃത്തിനെ തന്നെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. താങ്ക്സ് ടു. ദൂരം നിന്നപ്പോൾ നല്ല പേഴ്സണാലിറ്റി, അടുത്ത് വന്നപ്പോൾ വെറും മുനിസിപ്പാലിറ്റി. എങ്കിലും കുഴപ്പമില്ല, മത്സരത്തിൽ പങ്കെടുത്തതിലേക്കല്ലേ വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. താങ്കൾ ഒറ്റക്കാണോ വന്നത്? ഒറ്റക്കല്ല, ഒരാളോടുണ്ട്. ഒരാളെ പുറത്തു നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. സമ്മാനം എന്ന് പറഞ്ഞപ്പോൾ സമ്മാനത്തിൽ പങ്കെടുത്തോടെ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനങ്ങൾ ഒറ്റയ്ക്ക് സ്വന്തമാക്കിക്കൊണ്ടാണ് ഒരു ആക്രാന്തം താങ്കളുടെ മുഖത്തുണ്ട്. ഏതായാലും അദ്ദേഹത്തെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പെണ്ണിന് 2 ഉണ്ട്, ആണിന് 1 ഉള്ളൂ. എന്ന് പെണ്ണെന്ന് പറയുമ്പോൾ 2 ഉണ്ട്, ആണിന് 1 ഉള്ളൂ. എന്താണ്? പെണ്ണെന്ന് പറയുമ്പോൾ 2, ആണെന്ന് പറയുമ്പോൾ 1. താങ്കൾക്ക് മത്സരിക്കാം അശ്വമേധത്തിലേക്ക്. ഇത് അറിവിന്റെ നിറകുടമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അലോമിനിയ കൂടത്തിന് തന്നെ ദൈവം എനിക്ക് തന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ 2 പേര് സമ്മാനങ്ങൾ സ്വന്തമാക്കി കൊണ്ടുപോട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ ഫലവത്താകാൻ മറ്റൊരു പ്രാർത്ഥന കൂടി ഞാൻ നടത്തുകയാണ്. എന്തായാലും വന്നിരിക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ താങ്കളുടെ പേര്? എന്താ മോന്റെ പേര്? സോറി, നിങ്ങൾ നാട്ടുകാരാണോ കൂട്ടുകാരാണോ? അയ്യോ, ഞങ്ങൾ നാട്ടുകാരും കൂട്ടുകാരൊന്നുമല്ല. പിന്നെ അച്ഛനും മോനാ. അച്ഛനും മോനുമാണ്? അതെ. അച്ഛനാണല്ലേ? അല്ല, മോനാണല്ലേ? അച്ഛനാ. അപ്പൊ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം? ഞാൻ ഇവന്റെ അമ്മേനെ കല്യാണം കഴിച്ചേക്കണേ. എന്റെ അമ്മയുടെ ഭർത്താവാ. അപ്പൊ അമ്മ ഇതിന്റെ ഇടയിലുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അമ്മ ഇതിന്റെ ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അബദ്ധമായി മാറുകയാണ്. എന്തായാലും സ്ത്രീ എന്ന് പറയുമ്പോൾ സുന്ദരിയാണ്, സുശീലിയാണ്, എസ് ജാനകിയാണ്, ദലീമയാണ്, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണ്. വല്യമ്മയായി ശരിക്കും വല്യപ്പനാകുമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തില്ലേ, കടന്നു വന്നില്ലേ, അവന് പ്രത്യേകിച്ച് ഹോബികൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇതിലും ഭേദം വാഴയായിരുന്നു. അതെ, സംഭവിച്ചു. അതിലും താങ്കൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടോ? വർക്ക്, ജോലി? എനിക്ക് ജോലിയുണ്ട്. എനിക്ക് റബ്ബർ വികസന കോർപ്പറേഷനിലാണ്. റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ റബ്ബർ കയറ്റുമതി, റബ്ബർ ഇറക്കുമതി, റബ്ബർ പാല്, റബ്ബർ ഷീറ്റ്, ഒത്തിരി കാശുകൾ സമ്പാദിക്കാൻ പറ്റുന്നൊരു ആ ജോലിയല്ല. പിന്നെ ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ റബ്ബർ ഇങ്ങനെ ഊതി വികസിപ്പിക്കും. അങ്ങനെ നൂലിട്ട് കെട്ടിവിടും. അതെ, കൊടുക്കണ്ട് കാശ് വാങ്ങിക്കും. ഇതിന് നമ്മുടെ നാട്ടിൽ ബലൂൺ വിൽപ്പന എന്നാ പറയുന്നത്. ഞാനത് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞപ്പോൾ കുറെ കൂടി സ്റ്റാൻഡേർഡ് പോയെന്ന് എനിക്ക് പറയാം. അപ്പൊ ഏതായാലും നല്ലൊരു ജോലിയുടെ ഉടമയാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. താങ്കളുടെ ബയോഡാറ്റ കണ്ടപ്പോൾ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണെന്ന് കേട്ടി. എന്താണ് ആ കണ്ടുപിടുത്തമെന്ന് ജനത്തിന് മുമ്പിൽ സമർപ്പിക്കാം? കണ്ടുപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഞങ്ങളുടെ അടുത്ത് ശാന്ത കുളിക്കണ കുളിക്കടവുണ്ട്, ഇത് ഞാനാ കണ്ടുപിടിച്ചേ. അപ്പൊ ഏതായാലും നിസ്സാരക്കാരനല്ല വന്നിരിക്കുന്നത്, സാധാരണക്കാരനാണ്. മോൻ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇതിനെ കണ്ണ് കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ടു നടക്കുന്നതാണ്. ഏതായാലും ഒരു നിഴൽ പോലും കൂടെ ഉള്ളത് വളരെ നല്ലതാണ്. കലാശാസ്ത്രം സാമൂഹ്യം സാംസ്കാരികപരമായിട്ട് ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിക്കുകയാണ്, സിനിമാ പ്രവർത്തകനാണോ എന്ന് അറിയണം. സിനിമ കാണാറുണ്ടോ? പിന്നെ ആരെയാണ് കൂടുതൽ ഇഷ്ടം? മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്? എനിക്ക് മോഹൻലാൽ. അഭിനയ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 260-ൽ പരം സിനിമകൾ സംഭാവന ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ആ തന്മാത്ര. ഒരിക്കൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു ഏതെല്ലാം സിനിമകൾ കണ്ടെന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്റെ ഏതൊക്കെ സിനിമകൾ താങ്കൾ കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ ഞാൻ പറഞ്ഞുള്ളൂ. തിരുനോട്ടം, പാലിടം, കളിപ്പാട്ടം, താണ്ഡവം, കാളിയമർദ്ദനം, ഭരതമൃത സ്വർജ്ജം, ഒന്നാമൻ ബ്രഹ്മചാരി, മൂന്നാം മുറ, അടത്തുപുള്ളിയുടെ അടിമകൂടം, അടിവടി, അടിവെടുക്കൽ, അതിരാത്രം, അങ്ങാടിക്കപ്പുറത്ത്, എന്റെ കഥ എവിടെ തുറന്നു, ഓടന്നമാളിയെ പൂച്ചക്കുരും പുത്തി, ഉള്ളടക്കം, നളവട്ടം, പടവട്ടം, നാടോടി, മിന്നാട്, പിൻഗാമി, വിശ്വലോകം, പാതപുത്രം, ചവിട്ടിച്ചുപിക്കുന്നു, പൂമുഖപ്പടി, നേനേകാത്തുണ്ട്, അങ്ങാടിക്കപ്പുറത്തപ്പടി, നോക്ക ദൂരത്ത് കണ്ടിട്ട് മഴ പെയ്യുന്ന മൊത്തം കൊടുത്തു, കരിയിലെ കാറ്റി വലത് വാന്തുമ്പികൾ തേന്മായും കുത്തു കൊടുത്തേടി ഇവിടെ എല്ലാവർക്കും അണപ്പ് സുമോദേമി അവർത്തകമായി ആട്ടകലാശം ജപ്പീർക്കുര ടി പി ബാലഗോപാലനെ ഗുരു ഉസ്താദ് സൈനസ് അബ്ദുൾ അരിയനമ്പള ഹാപ്പിയാണ് ഉന്നത വിവരങ്ങൾ ഞാൻ പറഞ്ഞാട്ടിൽ വെള്ളാനങ്ങൾ നാട്ടിൽ മുളമൂട്ടിൽ അരിമ ഉണ്ടികളിൽ പറയാൻ പട്ടപ്ലസ് ദേവദൂതൻ ദേവാസുരം കഴിഞ്ഞ് മലയാള സിനിമയിൽ ഉദയനാണ് താരമായിട്ട് നിൽക്കുന്നു. ആ രസതന്ത്രം പഠിച്ച മഹാമനുഷ്യൻ. താങ്കൾ അവസാനമായി കണ്ട മോഹൻലാലിന്റെ ചിത്രം ഏതാണ്? രാജമാണിക്യം. സുരേഷ് ഗോപി എന്നാ രസം അറിയാമോ? ദിലീപിന്റെ ഓട്ടം കാണണം. ചില അസുഖങ്ങൾ മരുന്ന് കഴിച്ചാൽ ഇത് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും രണ്ടുപേരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാന്യപ്രേക്ഷകർക്ക് അശ്വമേധം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കലാശാസ്ത്രം, സാമൂഹ്യം, സാംസ്കാരികം, പോക്കറ്റടി അങ്ങനെ ഏതെങ്കിലും മേഖലകളുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാൻ ചില ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വിത്ത് വെജിറ്റബിൾ ചില വൺ വേർഡ് ഞാൻ ചോദിക്കും. അത് പറയാൻ താങ്കൾക്ക് കരുത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. യവം പുലിയാണ് കേട്ടാ. മമ്മൂട്ടി, സവാരി ഗിരിഗിരി, മോഹൻലാൽ, മടുത്തു, നെടുമുടി വേണു, തിലകൻ, നിനക്ക് കൊടുക്കത്ത് ഗ്ലാമറാളുടെ പന്നി, ലാല്, മുടി മുന്നിലേക്ക് ഇട്ടാൽ അന്യൻ, പിന്നിലേക്ക് ഇട്ടാൽ പന്നി. ഇനി ഒരു സിൽക്കാര ശബ്ദം കൂടി ഞാൻ പുറപ്പെടുപ്പിക്കട്ടെ. അയ്യോ, ആലോചിച്ച് പറഞ്ഞാൽ മതി, വളരെ മെമ്മറിയിൽ ഉണ്ടാവും, വളരെ സമയമെടുത്ത് പറഞ്ഞാൽ മതി. വിജയിക്കാൻ വേണ്ടിയുള്ള എൻട്രി ക്വസ്റ്റൻ ആണ് ഞാൻ ചോദിച്ചത്. ഒന്നുകൂടെ. ഷക്കീല, മടിയനായ മകൻ അറിയാം. ഷക്കീല മോനെ, ഷക്കീലയെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഷക്കീല, മറിയ, രേഷ്മ, സിന്ധു. ഒന്ന് വിട്ടുപോയി, സജിനിയും. അച്ഛാ, ഇയാള് നമ്മുടെ പാർട്ടിക്കാരനാ. വന്നിരിക്കുന്നവരെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഏതായാലും നിങ്ങളെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. സംശയം ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. സംശയം കൊണ്ടു സാറിന് വലിയ നല്ല ഓർമ്മശക്തി ഉള്ള ആളാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. എന്നാണ് പൊതുവെ ഞാൻ തന്നെ പറയാറ്. ഞാൻ ചോദിക്കട്ടെ, അതായത് ചേട്ടൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ആ പെണ്ണ് ഉടുത്തുകൊണ്ടിരുന്ന വന്ന ആ സാരിയുടെ നിറം എന്താന്ന് പറയാമോ? കുറെ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകണം. അതെ, നമ്മൾ ട്രെയിനിൽ തലവെച്ച് മരിക്കാൻ പോണവൻ വരുന്നത് നേത്രാവതിയാണോ കുർളയാണോ നമ്പർ 20 മദ്രാസ് മെയിലാണോന്ന് നോക്കാറില്ല. കാരണം വെച്ചു കൊടുക്കും, ചതഞ്ഞെറിഞ്ഞു പോകും. അത്ര സംഭവിച്ചു. അപ്പൊ ഏതായാലും നമുക്കിനി മത്സരത്തിലേക്ക് കിടക്കാം. ഇനി സംശയങ്ങളൊന്നുമില്ലല്ലോ? സംശയം എന്ന് വെച്ചാൽ വേറൊരു സംശയം കൂടി ഉണ്ട്. തീർത്തോളൂ. പൂർണ്ണമായി സംശയങ്ങൾ തീർത്തിട്ട് മത്സരത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഉചിതം. ചേട്ടാ, ഈ ആനയ്ക്ക് ആനയ്ക്ക് സാധാരണ ഹിന്ദു പേരുകളാണല്ലോ. ഗുരുവായൂർ കേശവൻ, പട്ടാമ്പി ഗണേശൻ. അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ പേരും മുസ്ലിം പേരൊക്കെ ഇടാത്തത്? ഗുരുവായൂർ പീറ്റർ എന്നോ ഗുരുവായൂർ തോമസ് എന്നോ ഗുരുവായൂർ കുഞ്ഞച്ചനെന്നൊക്കെ ഇടാം. പക്ഷെ ഏത് പാത്രത്തിൽ കൊണ്ടിട്ട് ഈ മാമോദിസ മുക്കും ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല ഇവർക്ക് വേണമെങ്കിൽ ഗുരുവായൂർ കബീർ എന്നോ ഗുരുവായൂർ മുസ്തഫ എന്നോ ഗുരുവായൂർ സൈനുദ്ദീൻ എന്നോ ഒക്കെ ഇടാം. പക്ഷേ അവിടെ കൊണ്ടുപോകണ്ടേ? എവിടെ? പൊന്നാനിയിൽ. എന്തിന്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നത് നല്ലത്. അപ്പൊ ഏതായാലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നില്ല. എന്റെ ഒരു കയ്യിൽ അറിവ് മറ്റേ കയ്യിൽ 1 ലക്ഷം രൂപയും വെച്ചാൽ ഈ ബുദ്ധിമാനായ മനുഷ്യനെ ഏത് സ്വീകരിക്കും നമുക്ക് നോക്കാം. മനസ്സിലായില്ല. എന്റെ ഒരു കയ്യിൽ അറിവ് മറ്റേ കയ്യിൽ 1 ലക്ഷം രൂപയും തന്നാൽ താങ്കൾ ഏത് സ്വീകരിക്കും? ഞാൻ ആ 1 ലക്ഷം രൂപ എടുക്കും. ഞാനായിരുന്നെങ്കിൽ അറിവേ സ്വീകരിക്കുമായിരുന്നു. സാറിനില്ലാത്ത സാർ എടുത്ത് എനിക്കില്ലാത്ത ഞാൻ എടുക്കും. ഏതായാലും ഇത്തരം ക്വസ്റ്റ്യങ്ങൾ തന്നിച്ചു. വളരെയധികം സ്യൂട്ടാണ് ഇവർ രണ്ടുപേരും. മാന്യപ്രേക്ഷകർക്ക് അശ്വമേധത്തിലേക്ക് സ്വാഗതം. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഫീമെയിൽ? നോ. ഇസ്മയിൽ? നോ. നമ്പർ 20 മദ്രാസ് മെയിൽ? നോ. പുരുഷൻ? യെസ്. വെട്ടൂർ പുരുഷൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 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 ഉണ്ട്. ഉണ്ട്. ഉണ്ടില്ല. ഉണ്ടില്ല. ഒരുമിച്ചുണ്ട്. ഈ പരിപാടി ഒന്ന് കഴിഞ്ഞു. അദ്ദേഹം ശക്തിമാനെ പോലെ ശക്തിയുള്ള ആളാണ്? അല്ല. സൂപ്പർമാനെ പോലെ പാൻറ് ഇട്ടതിന് ശേഷം ജെട്ടിയിടാം? ഇല്ല. അണ്ടകടാകത്തിൽ ആണ്ടുപോയെങ്കിലും നാഴികമണിയുടെ പെൻഡിലുമെങ്കിലും കുണ്ടുതമ്മിലിടത്തിലും മൺമണ്ടയിലൊന്ന് പാടിയ നെഞ്ചത്ത് ഉജന്തപ്പ്യാരെ പോലെ അദ്ദേഹം ശാസ്ത്രജ്ഞനാണോ കലാകാരനാണോ? ഇതൊക്കെ ഇവിടെ പറഞ്ഞെന്തിനാ? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? സമയം അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആലോചിച്ച് മറുപടി പറഞ്ഞു. ആണ്. ആണ്? അല്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറയുന്നതായിരിക്കും വളരെയധികം. എങ്ങനെ? ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത്. യെസ്.
യെസ്, നോ, നോ, നോ. ഏതായാലും ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരുപാട് നാമങ്ങൾ ഞാൻ പലപ്പോഴും ഉരുവിട്ടിട്ടുണ്ട്. അതിലൊരു നാമം ഒരിക്കൽ കൂടി ഉരുവിടുകയാണ്. ഡോക്ടർ BR അംബേദ്കർ. 50 ഏക്കറൊന്നുമില്ല, പെരുമ്പാവൂർ 3-4 സെന്റ് സ്ഥലം. യൂറോപ്പ് ഭൂഖണ്ഡവുമായിട്ട് ബന്ധമുണ്ടോ? കണ്ടമായിട്ട് ബന്ധമല്ല, ചെറിയ ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നല്ല കഴിഞ്ഞു. ദേശക്കാരൻ? ദേശക്കാരനല്ല, പാവ. മോൻ ആരെങ്കിലും മനസ്സിൽ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഏതായാലും പിടികിട്ടാപ്പുള്ളി, ഗതികിട്ടാപ്പുള്ളി, നോട്ടപ്പുള്ളി അങ്ങനെ ഏതെങ്കിലും ഒരു പുള്ളിയാണ്? അതെ, പുള്ളിയാണ്. കുടുംബത്ത് കയറ്റാൻ പറ്റാത്തവനാണോ? എന്താ വെച്ചാ? കുടുംബത്ത് കയറ്റാൻ പറ്റാത്തവനാണ്. യെസ് യെസ്. ക്രൈം ഫെയർ നീ കുടുംബവാസികൾ അദ്ദേഹത്തെ വാനോളം മുഖചിത്രമടക്കം പുകഴ്ത്തി എഴുതിയിട്ടു. ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. പോലീസുമായിട്ട് പിടിപാടുണ്ടോ? മനസ്സിലായില്ല. ഐ മീൻ പോലീസ് പിടിച്ച പാട് മുതുകത്തോ കവളത്തോ എവിടെയെങ്കിലും ഉണ്ട്? ഇല്ല. ഏതായാലും 21 ചോദ്യങ്ങൾ തീർന്നിരിക്കുകയാണ്. ഒരേ ഒരു ഉത്തരം മാത്രം. ഞാൻ പഠിച്ച പുസ്തകത്തിലുമില്ല, എന്റെ മസ്തകത്തിലുമില്ല. ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം തോറ്റു കൊടുക്കുകയാണ്. താങ്കൾ മനസ്സിൽ വിചാരിച്ച വൃത്തികിട്ട മനുഷ്യനാരാണ്? എൻ്റെ അച്ഛൻ. താങ്കൾ അച്ഛൻ അത്രക്ക് പ്രശസ്തനാണോ? ആ, അതെനിക്കറിയാൻ പാടില്ല. എൻ്റെ അച്ഛനായിരുന്നു എനിക്കും അറിയാൻ പാടില്ല, എൻ്റെ അമ്മയ്ക്കും അറിയാൻ പാടില്ല, അമ്മമാർക്ക് ആരും അറിയാൻ പാടില്ല. അപ്പോഴാ തൊട്ടപ്പുറത്തെ സതിച്ചേച്ചി പറഞ്ഞ ഭൂലോക വിശേഷം മൊത്തം പറഞ്ഞൊരു ചേട്ടനുണ്ട്, ചേട്ടനോട് ചോദിച്ചാൽ മതി. എൻ്റെ അച്ഛനൊന്ന് കണ്ടുപിടിച്ച് തരുമോ? അച്ഛനില്ലാത്ത മക്കളുടെ അച്ഛനെ തേടിയുള്ള പറയാണ്. ഞങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുകയാണ്. എ ഫുൾ ബ്രേക്ക്. ഏതായാലും ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു സമ്മാനമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സമ്മാനം സ്വന്തമാക്കി അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോഴും സന്തോഷമില്ല, ഒരു കുണ്ഠിത ഭാവമാണ്. എന്തുകൊണ്ടാണ് ഈ സന്തോഷം താങ്കളുടെ മുഖത്തില്ലാത്തത്? എൻ്റെ പൊന്ന് സാറാ, ഇവനുണ്ടല്ലോ, ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം എനിക്ക് മനസ്സിന് വിഷമം. ഒരു കാര്യമില്ല, എന്ത് പറഞ്ഞു കൊടുത്താലും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാന്നല്ല കഴിഞ്ഞ ഒരു വാക്കുവിന്റെ. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 26 വയസ്സ്. ഇവരും തീറ്റിപ്പോറ്റ് തന്നെ കൂടുതലാണ്. അതെ. പല ഫുട്ബോൾ, ജൂഡോ, കരാട്ടെ, അങ്ങനെ വോളിബോൾ, അങ്ങനെ ഏതെങ്കിലും കായികപരമായിട്ടൊരു കഴിവിലേക്ക് എന്റെ കൊടുത്താൽ? പൊന്ന് സാറേ, ഫുട്ബോൾ, ജൂഡോ എല്ലാം കൊണ്ട് ബോളൊക്കെ മേടിച്ചു കൊടുത്തു. പക്ഷെ ഇവൻ അനങ്ങൂല, ഇതൊക്കെ ഞാനാ കളിക്കണത്. എന്താ പോലെ കളിക്കാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. എന്തെങ്കിലും ഇക്കിളി മാസികൾ മേടിച്ചു കൊടുത്ത് വഴുതെറ്റാൻ സാധ്യത കൂടുതൽ. ഇക്കിളി മാസിയൊക്കെ മേടിച്ചു കൊടുത്തു, അവൻ വായിച്ചില്ല, ഞാൻ വായിച്ച് ക്ഷീണിച്ചല്ല കഴിഞ്ഞ് വേറൊരു മാർഗം ഉണ്ടായിട്ടില്ല. മടിയായതുകൊണ്ട് ഇവൻ ഉപദ്രവിക്കാറുണ്ടോ? ഉപദ്രവിക്കാറുണ്ടോന്നോ? മക്കളെ ഒരിക്കലും ഡെയിലി ഞാൻ വടിയിട്ട് നല്ല അടി കൊടുക്കും. തല്ലരുത് നമ്മളെ. പിന്നെ മക്കളെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മക്കൾ വീടിന്റെ വിളക്കാണെന്ന് കരുതി മണ്ണെണ്ണൊഴിച്ച് തീരിയിട്ട് കത്തിക്കുകയും ചെയ്യരുത്. മക്കളെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ ശത്രുത, വൈരാഗ്യം ഒക്കെ വളരും. പിന്നെന്തേണേ? നമ്മളായിട്ട് തല്ലരുത്. പിന്നെ കൊട്ടേഷൻ, അവര് വന്ന് തല്ലി 2000 3000 രൂപ പോകുകയുള്ളൂ. അങ്ങനെ തല്ലാൻ വന്നവരെ തിരിച്ചു തല്ലിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ തല്ലാൻ വന്നവരെ തിരിച്ചു തല്ലിയിട്ടുണ്ടോ? എന്റെ പൊന്ന് സാറെ, തല്ലാൻ വന്നവർ വന്ന് തല്ലിയിട്ട് നിന്ന് കൊണ്ടല്ല. എന്താ മോനെ തല്ലാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇനിയിപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇത്ര വയസ്സായില്ല, ഇനി വെറുതെ വെച്ചോണ്ടിരിക്കണ്ട. എവിടെയെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും ഉചിതം. കണ്ടില്ല, പെട്ടെന്ന് മടിമാറിയത് കണ്ടില്ലേ? ഇതാണ് പറഞ്ഞ ചില സൂത്രപ്പണികളുണ്ട്. മകന്റെ മടി മാറാൻ ഒരു ഉപായം പറഞ്ഞതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. മോൻ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ 2 കുട്ടികളുള്ള തള്ള മതി. അതെന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ.